ഹായ് ഓൾ. ലിറ്റ്മെക്സ് എന്ന പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ ഒരു 2 വീഡിയോകളിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അത് കണ്ടിട്ടുള്ള ആളുകളുണ്ടായിരിക്കാം. ആദ്യമായിട്ട് ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച് കേൾക്കുന്ന ആളുകളൊക്കെ തന്നെ ഉണ്ടാവാം. സോ ഒരുപാട് ആളുകൾ ഈ ഒരു പ്രോജക്റ്റ് ഏറ്റെടുത്തു എന്നുള്ളതാണ് വളരെ പ്രത്യേകതയുള്ളൊരു കാര്യം. കാരണം മറ്റൊന്നുമല്ല, നമുക്കറിയാം ഇതിലൊരു ഫ്രീ ക്രിപ്റ്റോ ഏണിങ് അല്ലെങ്കിൽ എന്താ പറയുക, ലിറ്റ്മെക്സ് എന്ന LMX എന്ന ടോക്കൺ ഫ്രീ ആയിട്ട് ഏൺ ചെയ്യാനുള്ള ഒരു മൈനിങ് ഓപ്പർച്യൂണിറ്റി ഇതിനകത്തുണ്ട്. ദെൻ അതേപോലെ ഒരുപാട് എക്സൈറ്റിംഗ് പ്രോജക്റ്റുകൾ, ഒരു ടോക്കൺ എന്നുള്ളതിലുപരി ഒരുപാട് എക്സൈറ്റിംഗ് പ്രോജക്റ്റുകൾ ഇതിൻ്റെ പുറകെ വരുന്നു എന്നുള്ളതൊക്കെ തന്നെ ഒരു പ്രത്യേകതയാണ്. സോ നമുക്കറിയാം, ഓൾറെഡി ഒരു ജാനുവരി മന്തോട് കൂടിയൊക്കെ തന്നെ ഇത് ലോഞ്ച് ചെയ്ത സമയത്ത് ഓൾറെഡി Web3 വാലറ്റുകളിൽ ലിസ്റ്റ് ചെയ്തുകൊണ്ടാണ് മാർക്കറ്റിൽ ഈ ഒരു ടോക്കൺ വന്നിട്ടുള്ളത്. സോ അത് വലിയൊരു പ്രത്യേകതയാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, Web3 വാലറ്റുകളിലോ അല്ലെങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പിലോ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ, ഇനിയിപ്പോൾ ബിനാൻസിൻ്റെ Web3 ആണെങ്കിലൊക്കെ തന്നെ യൂസ് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട്. സോ ജസ്റ്റ് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക, LMX അല്ലെങ്കിൽ ലിറ്റ്മെക്സ് എന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുള്ളതാണ്. സോ ഇതൊരു ലിറ്റ് മൈനർ എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു മൈനിങ് പ്രോജക്റ്റാണ്. സോ നമുക്ക് അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്, ഇതുമായി ബന്ധപ്പെടുത്തി ഒരുപാട് പ്രോജക്റ്റുകൾ കണക്റ്റഡ് ആണ്, ഒരുപാട് പ്രോജക്റ്റുകൾ വരാൻ പോകുന്നു. സോ അത് വന്നതിന് ശേഷം അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോസ് ഈ ഒരു ചാനലിൽ വരും. സോ ഇതിൽ ഫ്രീ മൈനിങ്ങുമായി ബന്ധപ്പെട്ട വീഡിയോ കാണാത്ത ആളുകൾ ജസ്റ്റ് മുൻപ് അപ്ലോഡ് ചെയ്ത വീഡിയോ നോക്കിയാൽ കാണാം. ദെൻ അതേപോലെ ഈ ഒരു പ്രോജക്റ്റിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മറ്റൊരു വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയും. സോ ഇന്ന് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഒരുപാട് ആളുകൾ വിഡ്രോ ചെയ്യുന്ന കാര്യങ്ങളൊക്കെയായി ബന്ധപ്പെടുത്തി ഉള്ള കാര്യങ്ങൾ ചോദിക്കാറുണ്ട്. സോ ഇതിനകത്തുനിന്ന് നമുക്ക് കുറച്ച് USDT വിഡ്രോ ചെയ്ത് നോക്കാം. സോ അതിന് മുന്നേ ആദ്യമായിട്ടൊക്കെ ഈ ഒരു പ്രോജക്റ്റിനെ കുറിച്ച്, എന്താണ് ഈ ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ക്രിപ്റ്റോ എന്ന് പറയുന്ന ഏരിയയെക്കുറിച്ച് പഠിക്കാനൊക്കെ താല്പര്യമുള്ള ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്നെ കോണ്ടാക്റ്റ് ചെയ്യാം. കാരണം മറ്റൊന്നുമല്ല, ഇതൊരു നല്ലൊരു ക്രിപ്റ്റോ എഡ്യൂക്കേഷൻ പ്ലാറ്റ്ഫോം പോലെ വർക്ക് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അതേപോലെ ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, ഇത് ലിറ്റ്മെക്സ് എന്ന് പറയുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് പ്രൊജക്റ്റാണ്. വാല്യൂ കണ്ടുകൊണ്ട് അതും ഫോണിൽ മൈൻ ചെയ്യാവുന്ന ലോകത്തിലെ തന്നെ ആദ്യത്തെ ടോക്കനാണ് ലിറ്റ് മൈനർ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ നമുക്കറിയാം ബിറ്റ്കോയിനൊക്കെ വാല്യൂ കണ്ടുകൊണ്ട് മൈൻ ചെയ്യാം. പക്ഷേ നമുക്കറിയാം 2010 PC ഒക്കെ വെച്ച് മൈൻ ചെയ്തിരുന്നെങ്കിൽ ഇന്ന് SIC മെഷീനുകളൊക്കെ നമുക്ക് തോന്നുന്നു വലിയ മെയിൻ്റനൻസും വലിയ എന്താ പറയുക എക്സ്പെൻസൊക്കെ ഉള്ള, ഒരുപാട് വൈദ്യുതിയൊക്കെ ചിലവാകുന്ന അങ്ങനത്തെ മെഷീൻസൊക്കെ നമ്മുടെ PCയേക്കാളൊക്കെ 1000 മടങ്ങ് വേഗതയുള്ള സംഭവമാണ്. അപ്പോൾ അതൊക്കെ വെച്ചാണ് ഇന്ന് എന്ത് ചെയ്യുന്നത്, മൈൻ ചെയ്യുന്നത്. സോ അതിലേക്കൊന്നും ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പോകുന്നില്ല. നമുക്കിന്ന് വിഡ്രോ ചെയ്യേണ്ട കാര്യങ്ങൾ, ഇപ്പോൾ ഞാനിവിടെ ടെലഗ്രാമാണിത്. ടെലഗ്രാമിൽ നമ്മൾ ബോട്ട് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു രീതിക്ക് വരുന്നു. സോ ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്കിവിടെ കാണാം മൈനിങ് ഒക്കെ നടക്കുന്നുണ്ട്. സോ ഇവിടെ ഞാൻ വാലറ്റിലോട്ടാണ് പോകുന്നത്. വാലറ്റിലോട്ട് പോകുന്ന സമയത്ത് ഇവിടെ നമുക്ക് സ്റ്റേക്കിംഗ് ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. ഞാൻ സ്റ്റേക്ക് ചെയ്തിട്ടുണ്ട്, തൊട്ട് മുന്നേ സ്റ്റേക്ക് ചെയ്തതാണ്. സോ അതുകൊണ്ട് അത് മറ്റൊരു വീഡിയോയിൽ കാണിക്കാം. സോ ഇവിടെ നമുക്ക് വിഡ്രോ ചെയ്യാം. ഇപ്പോൾ ഒരു 10 USDT ഞാനൊന്ന് വിഡ്രോ കൊടുക്കുന്നു. വിഡ്രോ കൊടുക്കുന്ന സമയത്ത് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് കാണാം ബിനാൻസ് സ്മാർട്ട് ചെയിൻ BP20 നെറ്റ്വർക്കാണ്. സോ ഞാൻ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, നമുക്ക് എവിടേക്ക് വേണേൽ വിഡ്രോ ചെയ്യാം കേട്ടോ. ഇപ്പോൾ ട്രസ്റ്റ് വാലറ്റിലോട്ടോ അല്ലെങ്കിൽ ഏത് Web3 വാലറ്റിലോട്ടും നിങ്ങൾക്ക് ഇത് എന്ത് ചെയ്യാം, വിഡ്രോ ചെയ്യാം എന്നുള്ളതാണ്. സോ ഞാൻ എന്തായാലും ഇവിടെ വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമുക്ക് BSC വാലറ്റ് അഡ്രസ്സ് കൊടുക്കണം, എത്രയാണ് എമൗണ്ട് വിഡ്രോ ചെയ്യുന്നത് നമുക്ക് കൊടുക്കണം. സിമ്പിളാണ്, ഈസിയാണ്. ഇതൊക്കെ വലിയ കാര്യങ്ങളാണെന്ന് വിചാരിച്ചിരിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മളെ സൊസൈറ്റിയിലുണ്ട്. സോ നമ്മൾ മനസ്സിലാക്കുക, കാലഘട്ടത്തിനനുസരിച്ച് സഞ്ചരിക്കുന്ന ആളുകളാണ് ജീവിതത്തിൽ വിജയിക്കുന്നത്, അല്ലാത്ത ആളുകൾ കാലഹരണപ്പെട്ടു പോകുന്നൊക്കെ നമ്മൾ കേൾക്കാറുണ്ട്. സോ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. സോ ഞാനിവിടെ ജസ്റ്റ് ഒന്ന് നമ്മുടെ വാലറ്റ് അഡ്രസ്സ് കൊടുക്കാം. ഞാൻ CoinDCX-ലോട്ടാണ് ഞാനിത് വിഡ്രോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. CoinDCX എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓക്കെ, ഫേസ് ID വെച്ച് ലോക്ക് ഓൺ ആക്കി. അപ്പോൾ നിങ്ങൾ ഈ CoinDCX ഒക്കെ ഇത് അറിയാത്ത ആളുകളുണ്ടെങ്കിൽ ഇതൊക്കെ ബന്ധപ്പെടുത്തി ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ പല ആളുകളും ചെയ്തിട്ടുണ്ട്. അത് നോക്കുക, എങ്ങനെ CoinDCX എടുക്കാം. ഇതൊരു ഇന്ത്യൻ എക്സ്ചേഞ്ച് ആണ്. ഇതിനകത്ത് നമുക്ക് സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് പിന്നെ അതിങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതാണ്. അപ്പം നമുക്ക് ക്രിപ്റ്റോ ഇതിനകത്ത് ആഡ് ചെയ്യാം. ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത നമ്മൾ KYC ഒക്കെ കൊടുത്ത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബാങ്കിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇതിനകത്തുള്ള ക്രിപ്റ്റോ നമുക്ക് INR ആക്കിയിട്ട് നമ്മുടെ ബാങ്കിലോട്ട് എനിക്ക് തോന്നുന്നു വളരെ ചെറിയ സമയമാണ് എടുക്കുന്നത്. ഒരു മിനിറ്റ് പോലും സമയം എടുക്കില്ല. അതിന് മുമ്പേ ബാങ്കിൽ എത്തും എന്നുള്ളതാണ്, ബാങ്ക് അക്കൗണ്ടിൽ എത്തും എന്നുള്ളതാണ്. സോ അതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ്. സോ അതൊക്കെ നിങ്ങൾ യൂട്യൂബിൽ നോക്കുക, ഒരുപാട് വീഡിയോസ് പല ആളുകളും ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഞാനിത് പോർട്ട്ഫോളിയോ എടുക്കുകയാണ്. പോർട്ട്ഫോളിയോ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാം ഇവിടെ USDT. ഇപ്പോൾ USDT ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്, ഇതിനകത്തോട്ട് നമ്മൾ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. സോ ലിറ്റ് മൈനറിനകത്തുള്ള USDT നമ്മൾ ഇങ്ങോട്ട് എന്ത് ചെയ്യുന്നു, ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഇപ്പം നിങ്ങൾ നേരത്തെ അവിടെ നോക്കിയോ കണ്ടിട്ടുണ്ടാവും, BSC ബിനാൻസ് സ്മാർട്ട് ചെയിൻ ആണ്, BP20 നെറ്റ്വർക്കാണ്. സോ അതുകൊണ്ട് നമ്മൾ ഇവിടെ എതേറിയം മാറ്റി BSC കൊടുക്കുന്നു. സോ ഇവിടെ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്. അതായത് നമ്മൾ ഏത് സ്മാർട്ട് ചെയിൻ അല്ലെങ്കിൽ എന്താ പറയുക ഏത് നെറ്റ്വർക്കാണോ നമ്മൾ സെൻഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ എന്താ പറയുക നമ്മളെ ഇപ്പോൾ നിലവിൽ ക്രിപ്റ്റോ കിടക്കുന്ന നെറ്റ്വർക്ക് ഏതാണോ അതിവിടെ സെലക്ട് ചെയ്യാന്നുള്ളതാണ്. സോ അതേപോലെ ഇവിടുത്തെ നമ്മളെ വാലറ്റ് അഡ്രസ്സ് ഞാൻ ജസ്റ്റ് ഒന്ന് കോപ്പി ചെയ്തു നേരെ എന്ത് ചെയ്തു ഇങ്ങോട്ട് പോയി ലിറ്റ് മൈനറിലോട്ട് പോയി അവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുന്നു. ദെൻ എത്രയാണ് നമ്മൾ ഇതിലിപ്പം ഒരു 10 USDT നമ്മൾ കാണുന്നുണ്ട്. അത് നമ്മൾ മാക്സിമം എന്നുള്ളത് കൊടുത്ത് ടോട്ടൽ അവിടെ വന്നു. സബ്മിറ്റ് കൊടുക്കുകയാണ്. സോറി എൻ്റെ ഇങ്ങനെ ഒരു വാല്യൂ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് 10 തന്നെ കൊടുക്കാം. ഓക്കെ, സബ്മിറ്റ് കൊടുത്തു. വിഡ്രോവൽ സബ്മിറ്റഡ്, വിഡ്രോവൽ ഹിസ്റ്ററി കാണുന്നുണ്ട്. അപ്പോൾ നമുക്കത് വിഡ്രോ ആയി. അപ്പോൾ നമുക്ക് നോക്കാം. CoinDCX പോയിട്ട് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ അത് ഇവിടെ മെൻഷനായി വരാൻ ചെറിയൊരു സമയം എടുക്കും. ഓക്കെ, ഇപ്പോൾ ഇവിടെ 9.9 USDT എന്ത് ചെയ്തിട്ടുണ്ട്, വന്ന് കിടക്കുന്നുണ്ട്. അവിടെ സെൻഡർ ഡീറ്റെയിൽസ് കൊടുക്കണം. അപ്പോൾ സെൻഡർ ഡീറ്റെയിൽസ് വെരിഫൈങ് സെൻഡേഴ്സ് ഡീറ്റെയിൽസ് എന്ന് പറഞ്ഞൊരു സംഭവം. സോ അത് നമ്മൾ കൊടുക്കുക എന്നുള്ളതാണ്. ഹു ഇസ് ദ സെൻഡർ, മൈസെൽഫ്, ഞാൻ തന്നെ എന്നുള്ളതാണ്. വാലറ്റ് ടൈപ്പ് ഹോസ്റ്റഡ് ഓൺ എക്സ്ചേഞ്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. പർപ്പസ് എന്തെങ്കിലുമൊക്കെ കൊടുക്കുക. വാലറ്റ് ഡീറ്റെയിൽസ് ഇത് കൊടുത്ത് ടിക്ക് ചെയ്ത് നമ്മൾ നോക്കുക. അവിടെ പെൻഡിങ് എന്ന് കാണിക്കുന്നുണ്ട്. 9.9 USDT കംപ്ലീറ്റഡ്. ഇത്രയുള്ള പരിപാടി. അപ്പോൾ ഇവിടെ സാധനം എത്തി. ഇനി ഇവിടുന്ന് എനിക്ക് എന്ത് ചെയ്യാം, ഇത് ഈസി ആയിട്ട് INR ആക്കാന്നുള്ളതാണ്. സോ അതൊന്നും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു പോകുന്നില്ല. അത്തരം കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ ഒരുപാട് വീഡിയോസും കാര്യങ്ങളും ഉണ്ട്. സോ അപ്പോൾ ലിറ്റ് മൈനർ എന്ന് പറയുന്ന പ്രോജക്റ്റിൽ ഫ്രീ ആയി മൈൻ ചെയ്ത് തുടങ്ങിയിട്ടുള്ള ഒരാളാണ് ഞാൻ. അങ്ങനെ ഫ്രീ ആയി മൈൻ ചെയ്ത് തുടങ്ങി നമുക്കിപ്പം ഇതിനകത്തുനിന്ന് ഇത്തരത്തിൽ USDT വിഡ്രോ ചെയ്യാൻ പറ്റുന്ന രീതിക്കും ഒരു ഇൻകം എന്നുള്ള രീതിക്കൊക്കെ എന്ത് ചെയ്തു. അപ്പം ഞാൻ ഓട്ടോ മൈനിങ് ആണ് ഇപ്പോൾ ചെയ്യുന്നത്. ഓട്ടോ മൈനിങ് ചെയ്യുന്നത് നമ്മൾ ആദ്യം ഫ്രീ മൈനിങ് ചെയ്ത്, അപ്പോൾ പറ്റുന്ന ആളുകളാണ് ഓട്ടോ മൈനിങ് ആക്കുക. വെറും ഒരു $25 നമുക്ക് ഓട്ടോ മൈനിങ് ആക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചിലവ് വരുന്നത്. $25 എന്ന് പറഞ്ഞാൽ INR നോക്കുമ്പോൾ ഒരു 2300 രൂപയൊക്കെ. നമ്മളൊന്ന് ആലോചിച്ച് നോക്കാം. നമ്മളൊരു ഹോട്ടലിൽ പോയിട്ട് ഒരു 2 ദിവസം മന്തി കഴിച്ചാൽ, അല്ലെങ്കിൽ എന്താ പറയുക നല്ലൊരു ഫുഡ് കഴിച്ചാൽ, അല്ലെങ്കിൽ ഫാമിലീനെ കൂട്ടി സിനിമയ്ക്ക് പോകണമെങ്കിലും അതിനൊന്നും ആ പൈസ ചിലപ്പോൾ തയ്യൂലല്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഒരു പൈസ നമ്മളൊരു ബിസിനസ്സിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സോ ആ ഒരു റിസ്ക് എടുക്കുന്നു. നമുക്കറിയാം ഏതൊരു ബിസിനസ്സിലും ആ റിസ്ക് എടുക്കുന്നു ഞാൻ പറയുന്നത് മറ്റൊന്നും കൊണ്ടല്ല. ഏതൊരു ബിസിനസ് എന്ന് പറയുന്നത് അതിലൊക്കെ നമുക്ക് ഒരു റിസ്ക് എന്ന് പറയുന്ന ഒരു മാറ്റർ ഉണ്ട്. സോ അതുപോലെ ഒരു റിസ്ക് എടുക്കുക എന്നുള്ള രീതിക്ക് ആംഗിൾ നമ്മൾ കാണുക എന്നുള്ളതാണ്. സോ അതിനർത്ഥം 2300 റുപ്യ ഉദാഹവാന്നൊന്നും പോകുന്നല്ല. അത് നമ്മൾ ആ ഒരു ആംഗിളിൽ തന്നെ കാണുക. സോ നമുക്കറിയാം, നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. നമ്മളൊരു ഹോട്ടൽ തുടങ്ങുകയാണെങ്കിൽ ഒരു 10 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ആലോചിച്ച് നോക്കുക, എത്ര ഹോട്ടൽ തുടങ്ങിയിട്ട് പരാജയപ്പെടുന്ന ആളുകളുണ്ട്, പക്ഷേ വിജയിക്കുന്ന ആളുകളുണ്ട്. അപ്പോൾ വിജയിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഹോട്ടൽ തുടങ്ങുന്നത്. അപ്പോൾ ഇവിടെ ആ ഒരു രീതിക്കല്ല എങ്കിൽ പോലും ഇവിടെ കൃത്യമായിട്ടുള്ളൊരു സിസ്റ്റം ഉണ്ട്, നല്ലൊരു പ്ലാറ്റ്ഫോമാണ്. സോ ഒരു പക്ഷേ കയ്യിൽ ഇത് ഓട്ടോ മൈനിങ് ചെയ്യാനുള്ളൊരു ക്യാഷ് ഇല്ലാത്ത ആളുകളാണെങ്കിൽ പോലും നിങ്ങൾക്ക് ഫ്രീ മൈനിങ് ചെയ്ത് ഈ LMX ഏൺ ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഇപ്പം നമ്മളെ കൂടെ തന്നെ അസോസിയേറ്റ് ചെയ്ത് ഒരുപാട് ആളുകൾ ഫ്രീ ആയിട്ട് മൈൻ ചെയ്യുന്ന ആളുകളുണ്ട്. കൃത്യമായിട്ട് 8 hours കൂടുമ്പോൾ മൈനിങ് ഓണാക്കി. സോ അതൊക്കെ മറ്റൊരു വീഡിയോയിൽ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സോ അതൊക്കെ ചെക്ക് ചെയ്യുക. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉള്ള ആളുകളാണെങ്കിലും ഈ ഒരു പ്രൊജക്റ്റുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിലും എനിക്ക് തോന്നുന്നു അടുത്തൊരു നെക്സ്റ്റ് 5 months ഒക്കെ ആയിരിക്കും ഈ ഒരു മൈനിങ് പ്രോജക്റ്റ് ഉണ്ടായിരിക്കുക. സോ അതിൻ്റെ ഭാഗമാകാൻ ശ്രമിക്കുക. സോ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു എഡ്യൂക്കേഷൻ ലെവലിലുള്ളൊരു പ്ലാറ്റ്ഫോം കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സോ അതുകൊണ്ട് മാക്സിമം ഇത് യൂട്ടിലൈസ് ചെയ്യുക. ക്രിപ്റ്റോൻ്റെ ബാലപാഠങ്ങൾ പഠിക്കേണ്ട ആളുകൾക്കാണെങ്കിൽ പോലും, ഇപ്പോൾ ഞാനാണെങ്കിലും ക്രിപ്റ്റോയിൽ ഒരുപാട് അറിവുള്ള ആളൊന്നുമല്ല. സോ ഞാനാണെങ്കിലും പല കാര്യങ്ങളും പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. സോ
സോ അതുകൊണ്ട് തന്നെ വലിയ ക്രിപ്റ്റോയിലൊക്കെ അറിവുള്ള ആളുകളുണ്ടെങ്കിൽ തന്നെ ഞാൻ ഈ ഒരു വീഡിയോയിലാണെങ്കിൽ പോലും എന്തെങ്കിലും തെറ്റുകളൊക്കെ പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. സോ എന്തായാലും ഈ ഒരു പ്രൊജക്റ്റുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ അറിയേണ്ട ആളുകൾക്ക് കോൺടാക്ട് ചെയ്യാം. സോ ഞാൻ നമ്പർ ഒരു വാട്സപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. മാക്സിമം വാട്സപ്പിൽ മെസ്സേജ് അയക്കാൻ ശ്രമിക്കുക. സോ അതേപോലെ നമ്മൾ ടെലഗ്രാം ചാനലിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. സോ അതിൽ ജോയിൻ ചെയ്യുക, അതിൽ അതിൻ്റെ അപ്ഡേറ്റ്സ് കാര്യങ്ങളൊക്കെ വരും. സോ അതേപോലെ ഫ്രീ മൈനിങ്, ഒരു രൂപ ഇൻവെസ്റ്റ് ചെയ്യാതെ നിങ്ങൾ ഫ്രീ ആയിട്ട് മൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളുകളാണെങ്കിൽ